ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. വെള്ളിയാഴ്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമേരിക്കയിലത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3.9% ഉയർന്നിരിക്കുകയാണ്. എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഹയർ റേറ്റാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ ജോബ് അഡീഷൻസും താഴെ വന്നിരിക്കുകയാണ്. ഇത് വീണ്ടും അമേരിക്കൻ മാർക്കറ്റിലൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. US ഫെഡറൽ റിസർവ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിലെ മുമ്പ് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഗോൾഡ് ആണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച $2310.1 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $2320 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. $82.8 പെർ ബാരൽ. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $83.25 പെർ ബാരലിനാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോഴും മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് മാർക്കറ്റിലെടുക്കാൻ നൽകുന്ന തരത്തിലുള്ള ഒരു ന്യൂസുകളാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് ഒക്കെ പറയുന്നത് അടുത്ത 3 മാസം മുതൽ ഒരു കൊല്ലം വരെ അവർ കമോഡിറ്റിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റിയിലല്ല, വിവിധ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ പ്രസിഡന്റ് ഇലക്ഷൻ നവംബർ 5-നാണ്. ആ ഒരു ഇവൻറ്റും വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കും. അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം മെയ് 28 മുതൽ T+1 മാറുകയാണ്. ഇന്ത്യയാണ് ഏറ്റവും മുമ്പ് T+1 ഹോൾ മാർക്കറ്റിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള രാജ്യം. ഇനി അമേരിക്കയുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാനുള്ള ചാൻസസൊക്കെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ഓവറോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ S&P 500 400 കമ്പനികൾ ഇതുവരെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ 400 കമ്പനികൾ റിസൾട്ട് എക്സ്പെക്റ്റേഷനേക്കാളും ബെറ്റർ ആയിട്ടാണ് 79% കമ്പനികളും റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. പക്ഷേ ഗൈഡൻസ് 15% കമ്പനികൾ മാത്രമാണ് ബെറ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു സ്ലഗ്ഗിഷ്നെസ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. പൊതുവെ അമേരിക്കൻ മാർക്കറ്റിലത്തെ വൊളാറ്റിലിറ്റിക്ക് കാരണമാകാവുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം തന്നെ. നമ്മളിനി നമ്മുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികൾ ടാറ്റ പവർ ഉണ്ട്, അതുപോലെ തന്നെ SJV ഉണ്ട്. Q4 റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് IDBI ബാങ്കാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഫെഡറൽ ബാങ്കും നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പൊതുവെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് റിയാക്ഷനാണ്. പല കമ്പനികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ ലോസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടൈറ്റൻ്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിലും മറ്റ് ജ്വല്ലറി കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള അപ്വേർഡ് മൊമെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ടൈറ്റൻ സ്റ്റോക്കിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ അഡാനി പോർട്ടിൻ്റെ ന്യൂസ് നോക്കുകയാണെങ്കിൽ അഡാനി പോർട്ട് 4ാമത്തെ ഇൻ്റർനാഷണൽ പോർട്ട് ഫിലിപ്പൈൻസിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള നീക്കത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 19 പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണ് അഡാനി പോർട്ട്. വളരെ പോസിറ്റീവായ ന്യൂസ് ലോസ് ആണ് അഡാനി പോർട്ടിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതിയും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡാനി പോർട്ടിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അഡാനി പോർട്ട് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കാണ്. ഇൻഡേജിൻ IPO ലൈഫ് സയൻസ് രംഗത്ത് ഡിജിറ്റലൈസേഷന് സപ്പോർട്ട് കൊടുക്കുന്നൊരു കമ്പനിയാണ്. ഈ സെഗ്മെൻറ്റിൽ നിന്നുള്ള ആദ്യത്തെ IPO ആണ്. $452 പെർ ഷെയറാണ്. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകന് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. റെയ്മണ്ട് ലിമിറ്റഡ് നമ്മുടെ തന്നെ ഒരു ടോപ്പ് പിക്കുകളിൽ ഒന്നായിരുന്നു. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം അവർ ഡിഫൻസ്, എയറോസ്പേസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, റിന്യൂവബിൾ എനർജി രംഗത്തേക്കൊക്കെ കടക്കുകയാണ്. ഒപ്പം മെയ് 9 അവരുടെ ഡീമർജർ ഡീറ്റെയിൽസ്, അതായത് ഡീമർജറിൻ്റെ കോർട്ട് വെർഡിക്റ്റ് NCLT കോർട്ട് വെർഡിക്റ്റ് വരികയാണ്. 100 റേമണ്ട് ഹോൾ
ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 80 റൈമണ്ട് ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ഷെയറും കൂടി കിട്ടുകയാണ്. അതായത് 100 ഷെയർ ഉള്ളവർക്ക് 80 ഷെയറാണ് ഡീമർജറായിട്ട് കിട്ടാൻ പോകുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ എയറോസ്പേസ് അങ്ങനത്തെ അത്തരത്തിലുള്ള കമ്പനികൾക്ക് ഒരു വശത്തും ലൈഫ് സ്റ്റൈൽ ബിസിനസ് വേറൊരു വശത്താണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ റൈമണ്ട് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപനെ സംബന്ധിച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും റൈമണ്ട് ലിമിറ്റഡും. ഒപ്പം നമ്മൾ മാർക്കറ്റിലത്തെ സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ Q4 നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ അവരുടെ സ്റ്റേക്ക് ഇന്ത്യൻ കമ്പനികളിൽ കുറച്ചിരിക്കുകയാണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ടൈം റെക്കോർഡ് ഹൈയിൽ എത്തിയിരിക്കുകയാണ്. 15.5% BSE 500 ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 18.3% ഹോൾഡ് ചെയ്യുന്നുള്ളൂ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 9% മുകളിലാണ് ഹോൾഡ് ചെയ്യുന്നത്. പൊതുവേ ഇത് സൂചിപ്പിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ് നടത്തിക്കഴിഞ്ഞാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും കൂടി ഇന്ത്യൻ മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഇതുകൊണ്ട് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജൂൺ 4 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നവരെ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാവാം. അപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടതാണ്. കാരണം ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിഫൻസ് റിലേറ്റഡ്, അതുപോലെ തന്നെ റെയിൽവേ റിലേറ്റഡ്, ഇൻഫ്രാ റിലേറ്റഡ്, റിന്യൂവബിൾ എനർജി റിലേറ്റഡ്, ഇൻഡസ്ട്രിയൽ റിലേറ്റഡ്, ടെലികോം റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓരോ വൊളാറ്റിലിറ്റിയിലും മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കലാണ്. ലെംസായിട്ട് വാങ്ങണമെന്നില്ല, 3-4 ഘട്ടമായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് തരുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ഒന്ന് HAL ആണ്, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ആണ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടാറ്റ പാറ്റേൺസ്, ടാറ്റ പവർ, അഡാനി ഗ്രൂപ്പിലെ അഡാനി പവർ, അഡാനി പോർട്ട്, അഡാനി ഗ്രീൻ, അഡാനി എൻ്റർപ്രൈസസ്, NDTV, അംബുജ സിമൻറ്റ്, ഭാരതി എയർടെൽ, TVS ഇലക്ട്രോണിക്സ്, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്, L&T, സീമെൻസ്, ക്യുമിൻസ് ഇന്ത്യ, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ്, BEML, ടെക്സ്മാക്കോ റെയിൽ, BHEL, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക് കൺട്രോൾ മെഷീൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ജ്യോതി CNC, മാക് പവർ CNC, ലക്ഷ്മി മെഷീൻ വർക്ക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് രംഗത്തുള്ള SBI ലൈഫ്, സെമി കണ്ടക്ടർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള CG പവർ, ഒപ്പം ബാങ്കിങ് സെക്ടറിൽ നിന്ന് HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ട് മെർജ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് സെല്ലിംഗ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരുന്നു. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്ന തരത്തിൽ റൂമർ മാർക്കറ്റിൽ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷേ അത് ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഒപ്പം Q4 റിസൾട്ടിനനുസരിച്ചുള്ള മൂവ്മെൻറ്റും മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.